നമ്മുടെ 9ാമത്തെ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സിയാവോയും അവൻ്റെ അച്ഛൻ ലീയും കൂടി ICUവിൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. സിയാവോയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആയിക്കോട്ടെ നീ വിളിച്ചോ എന്ന് പറയുമ്പോൾ അയാളൊന്ന് മാറി നിൽക്കണം, അങ്ങനെ ഫോൺ സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എടാ എങ്ങനെയുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല അമ്മ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മ കരയേണ്ട, അമ്മ ഇങ്ങോട്ട് വേഗം വരാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ്. അവർ കുറച്ച് നേരം ഇങ്ങനെ ICUവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ ആൻറ്റീൻ്റെ മകളുണ്ടല്ലോ അത് ആ മുത്തശ്ശിനെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞോട് വരികയാണ്. മുത്തശ്ശിക്ക് തീരെ വയ്യ, മുത്തശ്ശി ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട്, എനിക്ക് കണ്ട് ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ അവിടെ നിന്ന് കരയുമ്പോൾ ലിങ്ങും സിയാ കൂടെ ആ പെൺകുട്ടീനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ വീണ്ടും അവനക്കൊരു കോൾ വരുമ്പോൾ അവൻ ഇങ്ങനെ മാറി നിൽക്കാണ്ട് ഫോൺ വിളിക്കുകയാണ്. അവനെ വിളിച്ചത് അവൻ്റെ ആ ചെറിയ അനിയത്തി ചെന്നായിരിക്കും. ആ പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിക്കണം, എനിക്കാകെ പേടിയാവണം എന്നൊക്കെ ആ പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞോട് പറയുമ്പോൾ ആ പെൺകുട്ടീൻ്റെ കയ്യിൽ നിന്ന് ആരോ ഫോൺ വാങ്ങിക്കും. എന്നിട്ട് ഫോൺ വാങ്ങിച്ചുകൊണ്ട് അവരിങ്ങനെ പറയുകയാണ് ഈ സ്ത്രീക്ക് ആക്സിഡൻറ്റ് ആയിക്കണു, സീരിയസ് ആണ്, നിങ്ങളെന്തായാലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ അത് കേട്ട് ഇവനക്ക് അങ്ങനെ തല കറങ്ങണ പോലെ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ തന്നെ പ്രകീന്ന് ഇവൻ്റെ അച്ഛൻ ലിങ്ക് വിളിച്ചിട്ട് പറയും, എടാ മോനെ നീ വേഗം ഇങ്ങോട്ട് വാടാ, നമ്മുടെ മുത്തശ്ശി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ICUവിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവനക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇവൻ ഷോക്ക് അടിച്ച മതിരി ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ തന്നെ ICUവിൻ്റെ വാതിൽ അടയാണ്. പിന്നീട് കാണിക്കുന്നത് CQ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്താണ് ലീ ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ലീ വന്ന് പറയുന്നുണ്ട്, എടാ മോനെ നീ കുറച്ച് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നൊക്കെ ഒന്ന് എടുത്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ സിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാണ് സിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മുഖത്തായിട്ട് സിക്ക് ഒരു മുറിപ്പാട് കാണുന്നത്. അപ്പോൾ അച്ഛൻ അതെങ്ങനെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ലീ പറയുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്തായതാണ്, നീ എനിക്ക് കുറച്ച് മെഡിസിൻ എടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലീ ഒരു ചെയറിലിരിക്കുകയാണ്. അപ്പോൾ സിക്ക് മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് അയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ അതെടുത്ത് കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ പാർട്ട് ടൈം ആയിക്കണ്ട വല്ല ജോലിക്കും ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ അയാൾ നീ അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കൊന്നും വേണ്ട, നീ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും ഓരോന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ലീൻ്റെ അച്ഛനൊരു കോള് വരുന്നത്, നമ്മുടെ സിക്കുവിൻ്റെ അച്ഛനായിരിക്കും. അപ്പോൾ അയാൾ ആ കോൾ എടുത്തിട്ട് ഇങ്ങനെ എപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സിക്കും ചെയ്യാനും കൂടി ഉറക്കം തൂങ്ങിക്കണം, അങ്ങനെ സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ലീ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ തൂങ്ങിയിരിക്കാതെ വേഗം പോയി ഉറങ്ങാൻ നോക്കിക്കോളൂ, സമയം 11:30 ആയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ജിയാനോട് സിക്ക് പറയുന്നുണ്ട്, എന്നാൽ നീ പോയി കിടന്നോ എന്ന് പറയുമ്പോൾ ജിയാന അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ജിയാന അങ്ങോട്ട് ഓടി പോകുന്നത്. അപ്പോൾ ലിങ് ആയിരിക്കും. അപ്പോൾ ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലിങ് പറയുന്നുണ്ട്, അവൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോയി, അമ്മ വയ്യാതെ നിൽക്കല്ലേ എന്നൊക്കെ പറയണം. എന്നിട്ട് അവളോട് കുറച്ച് വെള്ളം ചോദിക്കുമ്പോൾ അവൾ ഇപ്പോൾ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് അവളെ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ലിങ് അവിടെ ലീൻ്റെ ഒപ്പം ചെയറിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ചെന്നീന് ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലിങ് പറയുന്നുണ്ട്, അവളുടെ അവസ്ഥ ഭയങ്കര മോശമാണ്, ICUവിലാണ്, ഒന്നും പറയാനായിട്ടില്ല, അവളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മാത്രമേ അവിടെ ഉള്ളപ്പോൾ ഋഷിയുടെ ചടങ്ങ് കഴിഞ്ഞേക്ക് സിയാവോൻ്റെ അങ്കിള് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും സിയാവോക്കും കൂടി വിസ അപ്ലൈ ചെയ്യായിരുന്നു, അതുകൊണ്ട് പെട്ടെന്നായിരുന്നു അവൻ്റെ പോക്ക്, അവൻ്റെ അമ്മ ഒക്കെ കുറേ റെഡി ആവാതെ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അയാൾ ആ കസേലയിൽ ഇങ്ങനെ സാരി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള ദിവസം ഇവരെല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരുന്നു. ജിയാനെ ക്ലാസ്സിൽ അങ്ങനെ ഇരുന്നിങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മുമ്പിലായിട്ട് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നത് കണ്ടിട്ട് സാർ അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ജിയാൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നിൽക്കണം. അപ്പം മിങ്കിയും അവൾക്ക് ഇങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ജിയാനൊന്നും മനസ്സിലായില്ല. പിന്നെ വേറൊരു കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ജിയാനോട് പുറത്തേക്ക് ബാത്റൂമിൽ ഇരുന്ന ഡ്രസ്സ് അലക്കായിരിക്കും. അപ്പോൾ ഡ്രസ്സ് അലക്കുമ്പോഴാണ് അവന് ആ ഡ്രസ്സിൽ ചോരക്കറ കാണുന്നത്. അപ്പോൾ അവനെ നന്നായിട്ട് ഉരയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവനെക്കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അവനത് അതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് അവനെ ആ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലീ ആണ്. അയാൾക്കാണെങ്കിൽ ഷോൾഡർ വേദനയായിട്ട് അയാൾ മസാജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇയാളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിലും ഇയാൾ ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് ഇവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണം. അന്നും എല്ലാവരും മൂഡ് ഓഫ് ആയിട്ടാണ് കഴിക്കുന്നത്. അടുത്ത ദിവസം ലീൻ്റെ അടുത്തേക്ക് ലീൻ്റെ അമ്മയും പിന്നെ അവിടുത്തെ ഒരു അയൽവാസിയും കൂടി വരുന്നുണ്ട്. അവർ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നത്.
അപ്പോൾ അങ്ങോട്ടേക്ക് സീക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വരുമ്പോൾ അവരുടെ ആ നെയ്ബർ ഒരു കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കഷ്ടത്തിലാണെന്ന് അറിയാം, എന്നാലും നീ ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കണം. എന്നിട്ട് ആ നെയ്ബർ പറയുന്നുണ്ട്, ഇത് എൻ്റെ സ്വന്തം പൈസയൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നൊക്കെയാണ് തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുക്കുകയാണ്. പിന്നീട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സിയാവോനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീ പറയുന്നുണ്ട് അവൻ്റെ മുത്തശ്ശി മരിച്ചു, അതേസമയം തന്നെ അവൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റും സംഭവിച്ച് ഇപ്പോൾ അവൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ച് പോയി, ഇപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഇവൻ്റെ സഹായം വേണം എന്നൊക്കെ പറയും. ഇവിടെ ഹോസ്പിറ്റലിൽ സിയാവോൻ്റെ മുത്തശ്ശിയും പിന്നെ സിയാവോൻ്റെ അങ്കിളും അമ്മയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡും അവരൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ സിയാവോൻ്റെ മുത്തശ്ശി അവരുടെ വീട്ടിൽ പോവുകയാണ്. മുമ്പായിട്ട് സിയാവോനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, അമ്മയെ നന്നായിട്ട് നോക്കാനും. അപ്പോൾ ആൾ ഔട്ട് ഓഫ് ഡേഞ്ചറിലാണ്, എന്നാലും ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സിയാവോൻ്റെ കൈ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട് ഞാൻ ഈ മലേഷ്യക്ക് പോവുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി സെഞ്ചുറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് അവിടെ ഞാൻ എന്തായാലും കൊണ്ടുപോയിക്കോളാം, അവൾക്ക് അവിടെ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി പറയണേ ഞാൻ മുത്തശ്ശിയുടെ കൂടെ വരില്ല, ഞാൻ ചേട്ടൻ്റെ കൂടെ പോകുള്ളൂ, ഞാൻ ചേട്ടൻ്റെ കൂടെ അവിടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി കരയാണ്. അപ്പോൾ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞു നോക്കുമെങ്കിലും അവൾ സമ്മതിക്കണില്ല. അപ്പോൾ സിയാവോ ആ പെൺകുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ നോക്കിക്കോളാം, അമ്മ എഴുന്നേൽക്കുമ്പോൾ അമ്മ ഇവിടെ ചോദിച്ചാലോ, അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുകയാണ്. ദിവസം ജിയാനും മിങ്കും കൂടി ഇങ്ങനെ സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. അപ്പോൾ ജിയാനും മിങ്കുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ സിയാവോരെ വിളിച്ചിട്ട് അവനിപ്പോൾ കോൾ എടുക്കുന്നില്ല, അവനവിടെ ഭയങ്കര തിരക്കിലാണ്, എനിക്കാണെങ്കിൽ അവനിവിടെ ഇല്ലാണ്ട് ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയറിൻ്റെ അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ജിയാൻ ഇങ്ങനെ ഓരോ സ്റ്റെയറും ചാടിക്കാട് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഇതേ സമയം സിക്ക് അവൻ്റെ റൂമിൽ ഇരുന്ന് കാര്യമായിട്ട് എന്തോ പണിയിലാണ്, ബുക്സൊക്കെ ഇങ്ങനെ എടുത്തുക്കാണ്, പഴയ ബുക്സൊക്കെ ആണ് തോന്നുന്നു, അതൊക്കെ ഇങ്ങനെ എടുത്തുക്കാണ്ട് ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. അപ്പോൾ അവൻ്റെ അൽമാരുടെ ഡ്രോയൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിലൊരു പഴയ ആൽബം കാണും. അപ്പോൾ ആ ആൽബം ഇങ്ങനെ എടുത്ത് നോക്കാണ്ട് എടുത്തു വെച്ച പുസ്തകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിക്കാണ്ട് അത് ആൽബം ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൽ സിയാവോയും സീക്കും ജിയാനും കൂടി ചെറുപ്പത്തിൽ കളിച്ചിരുന്നതും അവരുടെ ഓരോ പഴയ ഓർമ്മകളൊക്കെ ഉള്ള ഒരു ആൽബം ആയിരുന്നു അത്. അപ്പോൾ ബുക്കിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മറിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ജിയാൻ്റെ ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവനിങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സീക്യൂര് ഫോൺ അടിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മിങ്കി ആയിരുന്നു. അപ്പോൾ ഹലോ മിങ്കി എന്ന് പറയുമ്പോൾ പിന്നെ എവിടെ എപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ജിയാൻ്റെ കയ്യിലെ മുറിവിന് മരുന്ന് തേക്കുന്ന നേഴ്സ്. അപ്പോഴാണ് ആ റൂമിലോട്ട് നമ്മുടെ സീക്ക് ഓടിക്കിതച്ച് വരുന്നത്. അപ്പോൾ ഇവന് ഈ വരുന്നത് കണ്ടിട്ട് നേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ മര്യാദ ഇല്ലാതെ കയറി വരുന്നത്, ഒരു ഹോസ്പിറ്റലാണ് പറയുമ്പോൾ ജിയാൻ പറയുന്നുണ്ട് അത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ സീക്കും മിങ്കുവിനെ നേരെ തിരിഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അവൾ പറയണേ സത്യമായിട്ട് എനിക്കും അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്താണ് അവൾ പെട്ടെന്ന് വീഴുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ എന്തോ ആലോചിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ട് ഒരാൾക്ക് വിളിക്കുകയാണ്. അവിടെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ എൻ്റെ അനിയത്തി ജിയാനെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ, എനിക്ക് സങ്കടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാൻ. പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ആരാണ് എൻ്റെ അനിയത്തിയെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ടതൊക്കെ ചോദിച്ചാൽ അവന് കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ സീക്കും നമ്മുടെ ജിയാനെ അവൻ്റെ തോളിൽ പൊക്കിയിട്ട് ഇങ്ങനെ നടന്ന് പോകണം, അവരുടെ വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. അപ്പോൾ ജിയാൻ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ തൊളുത്തിട്ട് നടക്കുന്നത്, എനിക്ക് നടക്കാൻ കഴിയും, എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവന് സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാളെ പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ജിയാൻ അവനോട് പറയുന്നുണ്ട് എനിക്ക് അവനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല കാണാൻ പൂതിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല എനിക്കും അവനെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അവൻ അവിടെ അല്ല എന്നൊക്കെ അവൻ പറയാണ്. പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴാണ് അവരുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ആംബുലൻസ് പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് അവരോട് പറയുന്നുണ്ട് എടാ മോനെ നിങ്ങൾ വേഗം ആ ആംബുലൻസിനെ പുറകെ പോയിക്കോളൂ, ആ ആംബുലൻസിൽ നിങ്ങളുടെ അച്ഛനുണ്ട്, അച്ഛനെന്ത് പറ്റിയെന്ന് സീക്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അച്ഛന് ഹാർട്ട് അറ്റാക്കാണ് തോന്നുന്നു, പെട്ടെന്ന് കൊഴിഞ്ഞ് വീണതാണ്, നിങ്ങൾ വേഗം അങ്ങോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞേക്കാണ്. ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലെത്തോട്ടോ. അപ്പോഴും ജിയാന് ജീക്കുവിൻ്റെ പുറത്തായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ലീനെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി ലീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജിയാൻ അവൻ്റെ ദേഹത്തു നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ലീനെ വിളിക്കുകയാണ് അച്ഛ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഇവള് ലീൻ്റെ മൂക്കുമ്മലൊക്കെ ഇങ്ങനെ വിരൽ വെച്ച് വെക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ അവളിങ്ങനെ പറയുന്നുണ്ട് എന്താ അച്ഛൻ ഇത്ര നേരമായിട്ട് എഴുന്നേൽക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ തട്ടി വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ
അച്ഛനെ വിളിക്കേണ്ട, അച്ഛനിപ്പോൾ മയക്കത്തിലാണ്, മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ അവർ സമാധാനത്തോടെ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ലീൻ്റെ അടുത്തായിട്ട് അങ്ങനെ മാറി നിൽക്കേണ്ട. അപ്പോൾ ഈ ജിയാനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നിട്ട് അവൾ കരയണമൊക്കെ ഉണ്ട്. നമ്മുടെ ലിങ് വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് വരണം. അപ്പോൾ ഇയാളുടെ പിറകിലായിട്ട് സീക്കും ജിയാനും പിന്നെ ലീൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ലീ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൈയൊന്നും വിടുക, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഷൂ ഒന്ന് മാറ്റിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ചെടിപ്പൊക്കെ എടുത്തിട്ട് ഷൂ മാറ്റണേ. അപ്പോൾ ലിങ് പറയുന്നുണ്ട് നോക്ക് നിങ്ങൾ പോയിക്കാണ്ട് കിടന്നോളൂ, നിങ്ങൾക്ക് നല്ല റെസ്റ്റ് വേണം, നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ നിങ്ങളുടെ കുഴപ്പമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ലിങ് സീക്കുനോടും ജിയാനോടും ലീനെ നന്നായിട്ട് നോക്കണം, നന്നായിട്ട് ഇപ്പോൾ ഉറങ്ങിക്കോട്ടെ, ഞാൻ എന്തായാലും പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലിങ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്ക് വാതിലൊക്കെ കിടക്കുമ്പോൾ ജിയാൻ അവിടെ ചെരുപ്പൊക്കെ എടുത്ത് ഷൂ മാറ്റാൻ നിൽക്കുമ്പോൾ സീക്ക് പറഞ്ഞു നീ അവിടെ വെച്ചേക്ക് ഞാൻ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സീക്ക് അവളുടെ ഷൂ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിയാൻ ഉറക്കം വന്നിട്ട് അവൾ നന്നായിട്ട് കൂട്ടുവാക്ക് ഇടുന്നുണ്ട്. സീക്ക് അവളുടെ ചെരുപ്പൊക്കെ മാറ്റിയിട്ട് അവൻ്റെ ഷൂ ഒക്കെ മാറ്റിയാണ്. പിന്നീട് ലീ അയാളുടെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഇയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജിയാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇയാൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് സീക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ സീക്കിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ മോനെ അവിടെ തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അയാൾ കൂട്ടുവാക്ക് ഇട്ട് എഴുന്നേൽക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ജിയാനെ കാണുന്നത്. അപ്പോൾ ജിയാൻ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ ടയേർഡാണ്, അവളെ വിളിക്കേണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അയാൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ എഴുന്നേറ്റത് അറിഞ്ഞിട്ട് ജിയാനെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ജിയാൻ ഇയാൾ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛന് ഇപ്പോൾ എങ്ങനെയുണ്ട്, അച്ഛന് ഓക്കെ അല്ലേ, അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ജിയാനെ നോക്കുന്നത്. അപ്പോൾ ജിയാനോട് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ മുഖത്ത് പറ്റിയത്, നിൻ്റെ മുഖത്ത് ഇങ്ങനെ മുറിപ്പാട് ആയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് വീണതാണ്, അല്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. സൂക്ഷിച്ചോ നോക്കി നടക്കേണ്ട മകളെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ്. അയാൾ ജോലി ചെയ്യുന്ന സൈറ്റിൽ നിന്ന് ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സൈറ്റിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മകന് റാങ്കൊക്കെ ഉണ്ടായിട്ട് പത്രത്തിൽ ഫോട്ടോ ഒക്കെ വന്നാൽ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ മകന് റാങ്ക് ഉണ്ട്, എൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലീ വരുന്നത്. അപ്പോൾ ലീ സ്ത്രീനോട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ സ്ത്രീ കണ്ണിൽ നിന്ന് കണ്ണട മാറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എന്നെ ഓർമ്മയില്ലേന്ന്. അപ്പോൾ ലീ അതിനെ ഇങ്ങനെ നോക്കിക്കാണ്ട് ഏമയെന്ന് ചോദിക്കുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു കഫേയിൽ ചായ കുടിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ സീക്കിയുടെ അമ്മ പാക്ക് ചെയ്തൊരു പാക്കറ്റ് എടുത്തിട്ട് ലീൻ്റെ മുമ്പ് വെച്ചിട്ടാണ് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയായിരുന്നു ഇത്, പിന്നെ സീക്കിന് വേണ്ടി ചിലവാക്കിയതിന് പകരമായിട്ട് കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സീക്കിനെ കുറിച്ച് പറയണം അവനിപ്പോൾ കുട്ടിയായി, അവൻ നന്നായിട്ട് പഠിക്കും, അതുപോലെ തന്നെ ഗോക്കോലൊക്കെ നല്ല പ്ലെയറാണ്, അവന് സ്കൂളിലൊക്കെ നല്ല ടോപ്പ് പ്ലെയറാണ് എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട് ഞാനിപ്പോൾ അവനെ കുറച്ച് അറിയാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പൈസ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ സീക്കുവിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, സീക്കുവിനെ അയാൾക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിളിച്ചത്. പിന്നെ അയാളുടെ കൂടെ പറഞ്ഞയക്കാൻ താല്പര്യമില്ല, പക്ഷേ ഇതൊന്നും പറയാനുള്ള അവകാശം എനിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തെമ്മാടിയാണ്, അയാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചപ്പോൾ അതിൽ അയാൾക്ക് മക്കളുണ്ടാവില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അയാൾ സീക്കുവിനെ ചോദിക്കുന്നത്. എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അവനെ പറഞ്ഞയക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുക, അവനക്ക് അയാളുടെ കൂടെ പോയാൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഹേമ കൊടുത്തിരുന്ന പൈസയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ബാക്കി പൈസ ഹേമയ്ക്ക് കൊടുക്കാനായിട്ട് ഹേമയോട് പറയുന്നുണ്ട് നീ നിൻ്റെ മകനെ ചോദിച്ച് നീ എൻ്റെ അടുത്തേക്ക് വരരുത്, നീ അന്ന് ഇതിൽ നിന്ന് എടുത്ത പണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലീ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ലീ വീട്ടിൽ വന്നിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇങ്ങനെ അയാൾ ആലോചിക്കുകയാണ് ഹേമി പറഞ്ഞത് ഞാൻ അവനെ പ്രസവിച്ച് അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഞാൻ അവനെ ഉപേക്ഷിച്ച് പോയതാണ്, ശരിക്കും നിങ്ങളാണ് അവൻ്റെ ശരിക്കുള്ള അച്ഛന്, അമ്മയാകാനും ഞാൻ അവനെ പ്രസവിച്ചാൽ മാത്രം പോരാ, ഞാൻ അവനെ വളർത്തി വലുതാക്കണമായിരുന്നു, പക്ഷെ നിങ്ങളാണ് ആ ജോലി ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾക്കാണ് അവൻ്റെ സീക്യൂൻ്റെ കാര്യത്തിൽ എല്ലാ ഉത്തരവാദിത്തവും, അത് എനിക്കും അവൻ്റെ ശരിക്കുള്ള അച്ഛനും അത് അവകാശമില്ല, പിന്നെ അവൻ്റെ നല്ലൊരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചിന്ത എന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആലോചിക്കുകയാണ്. സിയാവോ അവൻ്റെ അമ്മേൻ്റെ റൂമിൽ നിന്ന് ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോഴാണ് സ്റ്റെയറിൻ്റെ അവിടെ നിൽക്കാണ്ട് അവൻ്റെ അങ്കിൾ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇവന് കേൾക്കുന്നത്, എനിക്ക് അങ്ങോട്ട് വരാൻ കുറച്ചും കൂടി ദിവസം എടുക്കും, ദിവസത്തിനുള്ളിൽ എന്തായാലും അങ്ങോട്ട് വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുകയാണ്. അപ്പോൾ സീക്കും ഇതൊക്കെ കേട്ടിക്കാണ്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ജിയാനിസി അവൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്നെ കണ്ടിട്ട് എത്ര ദിവസമായി, നിൻ്റെ അമ്മ ഇപ്പോൾ അപകടനില തരണം ചെയ്തില്ലേ, ഇപ്പം നിനക്ക് വരാൻ പറ്റില്ലേ, നീ നിൻ്റെ ബർത്ത്ഡേക്കെങ്കിലും വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ വരാൻ നോക്കാം, പക്ഷേ എനിക്കിപ്പോൾ പറ്റില്ല, എൻ്റെ അമ്മ ഒന്നും കൂടി ഒന്ന് റെഡി ആവാണ്ട് എന്നൊക്കെ അവൻ പറയുമ്പോൾ ജിയാൻ പറയേണ്ടത്
സീക്കുവിൻ്റെ അമ്മ നിനക്കും സീക്കുവിനും കൂടി ഒരു ഗിഫ്റ്റ് തന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ നിനക്ക് ആ ഗിഫ്റ്റ് തരുന്നതിന് പകരം നീ മിങ്കുവിന് നിൻ്റെ നോട്ട്സൊക്കെ കൊടുക്കണം എന്നൊക്കെ അവൾ പറയണം. അപ്പോൾ അവൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞേക്കാണ് അവൾ ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് സിയാവോ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം തന്നെ വെക്കുകയാണോ? എന്നോട് സ്വീറ്റ് ആയിട്ട് നല്ല വാക്കുകളൊന്നും പറയുന്നില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയണം, ഓക്കെ ഐ മിസ് യു, ഐ ലവ് യു, ഉമ്മ ഉമ്മ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ മെങ്കി അവളെ നോക്കിയാണ് ഭയങ്കര ചേട്ടാ. അപ്പോൾ അങ്ങനെ കളിയാക്കി ഇങ്ങനെ ചിരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ഓക്കെ എന്നൊക്കെ ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. എൻ്റെ അമ്മയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഇവരോടും 3 പേരോടും പറയാണ്, അവൾക്ക് ഇനി ഇപ്പോഴത്തൊന്നും നീറ്റ് നടക്കാൻ കഴിയില്ല, അവളുടെ നട്ടലിന് പരിക്കുണ്ട്, അതുകൊണ്ട് കുറേ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമൊക്കെ അവൾക്ക് ശരിക്കും നീച്ച് നടക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് അവളെ നീച്ച് നടത്തിക്കാൻ പറ്റില്ല എന്ന് അങ്കിൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് കഴിയണ മതി, ഞങ്ങൾ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ അങ്കിള് എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അയാൾക്ക് അയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് അയാൾ നാട്ടിൽ പോവുകയാണ്. എനിക്കിപ്പോൾ അവരെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പോകാൻ നിൽക്കുമ്പോൾ അങ്കിള് അയാളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുക, ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയല്ല അവിടെ കിടക്കണത് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് അതിനേക്ക് ഇമ്പോർട്ടൻ്റ് എനിക്ക് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ തന്നെ എൻ്റെ അമ്മയും അവിടെ കിടക്കുകയാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സിയാവോ അവരുടെ എല്ലായിട്ടൊരു ചുമരിൻ്റെ ചാരുന്നോണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നീട് സിയാവ് പുറത്തൊരു ബെഞ്ചിന്മേൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അങ്കിൾ വന്നിട്ട് ഇങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ നീ ഇപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിരിക്കുകയല്ലേ, നീ നിനക്ക് ഗ്രാജുവേഷന് ഇവിടുത്തെ ഏതെങ്കിലും കോളേജ് നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതെന്താ ഞാൻ നാട്ടിൽ പോയിട്ട് അവിടെ പഠിച്ചോളാം എന്ന് പറയുമ്പോൾ അയാൾ പറയണേ, എടാ നിൻ്റെ അമ്മയ്ക്ക് നീച്ച് നടക്കാൻ പറ്റില്ല, അപ്പോൾ അവളെ നോക്കാൻ വേറെ ആരില്ല, അപ്പോൾ നീ എന്തായാലും ഇവിടെ നിന്ന് അവളെ നോക്കിയേ പറ്റുമെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അങ്കിളിന് എന്താ അമ്മയെ നോക്കിക്കൂടെ, ഒന്നുമില്ലെങ്കിൽ അമ്മ എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതാണ്, പിന്നെ ഞാൻ എന്തിനാ അവരെ നോക്കണം എന്നൊക്കെ അവൻ പറയുമ്പോൾ എന്താ നാട്ടിൽ പോകാൻ ഇത്ര നിർബന്ധം, നിന്നെ എൻ്റെ അച്ഛനെങ്ങാനും വിളിച്ചോന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ അച്ഛൻ വിളിച്ചിട്ടില്ല, എൻ്റെ അനിയത്തി വിളിച്ച് അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എന്തായാലും നാട്ടിൽ പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അതുമില്ലെങ്കിൽ അവൾ നിൻ്റെ അമ്മയല്ല എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. കാണിക്കുന്നത് നമ്മുടെ ലീൻ്റെ ഷോൾഡറിലേക്ക് ലിങ് പെട്ടെന്ന് അടിക്കുകയാണ്. എന്നിട്ട് ലീനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ പറയുന്നത്, നമ്മൾ സീക്വൽ അബ്രോഡ് പഠിക്കാൻ പറഞ്ഞയക്കണം എന്നാണോ നീ പറയുന്നത്? ലിങ് പറയുമ്പോൾ നീ എന്തൊരു അടിയാണ് എൻ്റെ ഷോൾഡറിൽ അടിച്ചത്, എനിക്ക് ഓൾറെഡി ഇവിടെ വേദനിച്ച് നിൽക്കുമായിരുന്നു എന്നൊക്കെ ലീ പറയുമ്പോൾ ലിങ് പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ വേണ്ടത്, എന്തിനാ അവനെ അവിടേക്ക് പറഞ്ഞയക്കുന്നത്, ഇവിടെ നല്ല കോളേജ് ഇല്ലായിട്ടാണ്, ഇവിടെ എനിക്ക് നന്നായിട്ട് പഠിക്കാമല്ലോ എന്നൊക്കെ ലിങ് പറയുമ്പോൾ ലീ പറയുന്നുണ്ട്, അതല്ലടാ അവിടെ പഠിച്ചാൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, അവിടെ പോയി പഠിച്ചാൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും, എൻ്റെ ഒരു കസിൻ്റെ ഒരു മകൾ അവിടെയാണ് പഠിച്ചിരുന്നത്, ഇപ്പോൾ അവൾക്ക് നല്ലൊരു ക്വാളിഫിക്കേഷനും നല്ല ജോലിയൊക്കെ ഉണ്ടെന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ടോ സീക്ക് അബ്രോഡ് പോകാൻ സമ്മതിക്കുമെന്ന്, അവനക്ക് ഇവിടെ വിട്ട് പോകാൻ തീരെ താല്പര്യമുണ്ടാവില്ല, പിന്നെ നമ്മൾ പറഞ്ഞാൽ തന്നെ അവന് നമുക്ക് വേണ്ടിയിട്ട് പോകും എന്നൊക്കെ ലിങ് പറയാണ്. ഈ പറയുന്നുണ്ട്, നമുക്ക് 2 പേർക്കും അവനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്കിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ലീ എന്തോ കാര്യമായിട്ട് കണക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ലിങ്ങിനെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വന്നതോടുകൂടി ഈ കണക്കൊക്കെ തെറ്റി, ഞാൻ എന്തോ ഒന്നും കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ ലീ അയാളുടെ അടുത്തുനിന്ന് കാൽക്കുലേറ്റർ വാങ്ങിച്ചിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ലീ അയാൾക്ക് ഇങ്ങനെ കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ടേബിളുമ്പോൾ അങ്ങനെ സെർവ് ചെയ്ത് വെക്കുന്ന സമയത്താണ് സീക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം വന്നേക്ക് ജിയാൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലീ പറയുന്നുണ്ട്, അവളുടെ ഫ്രണ്ട് കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി, നീ എന്തായാലും കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ കൈ കഴുകാൻ പോകുവാണ്. അപ്പോൾ ലിങ്ങിനോട് പറയുന്നുണ്ട്, എടാ നീ ആ കാര്യം അവനോട് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ലിങ് പറയുന്നുണ്ട്, നീയായിട്ട് ഒറ്റയ്ക്ക് എടുത്ത് തീരുമാനമില്ല, അപ്പോൾ നീയായിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനോട് പറയാമെന്ന് പറയും. അപ്പോൾ തന്നെ സീക്കും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവർ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ലിങ് സീക്കുവിനോട് ചോദിക്കുമ്പോൾ സീക്ക് പറയുന്നുണ്ട്, എൻ്റെ ടീച്ചർ ഇവിടെ ബെയ്ജിങ്ങിലുള്ളൊരു കോളേജ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവന് ലീൻ്റെ നേരെ തിരിയാണ്. ലീനോട് ചോദിക്കണം, അച്ഛൻ ഞാൻ നമ്മുടെ അബ്രോഡ് പോയി പഠിച്ചോട്ടെ എന്ന്. അപ്പോൾ ലീ ഉത്തരവൊന്നും പറയാതെ അവനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതോടുകൂടി നമ്മുടെ 9ാമത്തെ എപ്പിസോഡ് കഴിയുകയാണ്.